ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. കഴിക്കാൻ നല്ല രുചിയുള്ള ഇതൊരു സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ? 1 കപ്പ് ഗോതമ്പ് മാവിൻ്റെ കൂടെ പാകത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഓമം അതായത് അജ്വൈൻ, 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ കസൂരി മേത്തി, അത് ഉലുവയില ഉണക്കിപ്പൊടിച്ചതാണ്. ഇതിൻ്റെ ഒക്കെ കൂടെ 1 ബീട്രൂട്ട് 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് അരച്ചിട്ട് ഇത് ചേർത്ത് ഈ മാവ് കുഴയ്ക്കണം. ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുത്ത മാവ് 4 ഉരുളകളായി ഉരുട്ടി മാറ്റിവെക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ 1 സ്പൂൺ എണ്ണ അവസാനം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല ഉരുളകളാക്കാൻ പറ്റും. ഫൈബർ റിച്ചായ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അജ്വൈൻ, കാണാൻ ചെറുതാണെങ്കിൽ ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നിലായ ജീരകം, കാലറി കുറഞ്ഞ ഫൈബർ കണ്ടൻറ്റ് കൂടിയ കസൂരി മേത്തി, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ബീട്രൂട്ട്, ഇതെല്ലാം കൂടെ ഡയറ്റ് ഫുഡ് എന്ന പേരിൽ പ്രസിദ്ധമായ ഗോതമ്പുമായി ചേരുമ്പോൾ ഇതൊരു എക്സലൻറ്റ് ഡയറ്റ് ഫുഡായി മാറിയില്ലേ? മികച്ച പ്രോബയോട്ടിക്കായ കാൽഷ്യം റിച്ചായ തൈര് ചേർത്താണ് ഈ ബീട്രൂട്ട് ചപ്പാത്തി കഴിക്കേണ്ടത്. അങ്ങനെ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. ഇനി ഉരുളക്കിഴങ്ങ് ഒരെണ്ണം കുക്ക് ചെയ്ത് മാഷ് ചെയ്യാം. പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത ഉള്ളി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതായത് ചതച്ച മുളക്, ഇതെല്ലാം കൂടെ കുഴച്ച് 4 ഉരുളകളായി ഡിവൈഡ് ചെയ്യാം. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പ്രോട്ടീൻ റിച്ചായ ഉരുളക്കിഴങ്ങ് കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കുഴച്ച ഗോതമ്പ് മാവും പിന്നെ അതിനുള്ള ഫില്ലിങ്ങിനായുള്ള ഉരുളക്കിഴങ്ങ് റെഡിയായി. ഇനി എന്താ? കുറച്ച് ഗോതമ്പ് മാവ് ഡസ്റ്റ് ചെയ്ത് ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ചെറുതായി പരത്താം. ഇനി അതിനുള്ളിൽ പൊട്ടറ്റോ ബോൾസ് സ്റ്റഫ് ചെയ്ത് വീണ്ടും പരത്താം. ഇങ്ങനെ പരത്താൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതുപോലെ നല്ല ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് ചൂടായ ദോശ തവയിൽ ഇട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ആവശ്യമാണെങ്കിൽ വീണ്ടും എണ്ണ ചേർത്ത് തിരിച്ചും മറിച്ചു വിട്ട് നല്ല ടേസ്റ്റി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. ഇതൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചപ്പാത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അങ്ങനെ ഏത് സമയത്ത് കഴിക്കാനും നല്ലത് തന്നെ.